ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. ഹൗറ റഫ്സീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു ചായക്കടിൻ്റെ റെസിപ്പിയാണ്. എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കുക. വേറെ ഒന്നും വേണ്ട, ബ്രെഡും മുട്ടയുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം. അതിന് മുന്നേറ്റ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മസാല ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 4 ചെറിയൊരു സവാള, അതായത് 4 3, വലുതാണെങ്കിൽ 3 മതി കേട്ടോ. അപ്പോൾ അതിനോടുകൂടി തന്നെ ഒരു 2 പച്ചമുളകും കൂടി ഞാൻ ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്, എരിവിനനുസരിച്ചിട്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ 2 3 പച്ചമുളക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിനാവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിപ്പോൾ എന്ത് ഫില്ലിങ് വെക്കുമ്പോൾ കുറച്ച് ഉള്ളി കടിക്കുന്നൊരു നല്ല ടേസ്റ്റാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത് കുറച്ച് മതി കേട്ടോ. ഇതിൻ്റെ എല്ലാം ചുവ കൂടുമ്പോൾ എന്തോ പോലെ ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞളും, അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം മല്ലിയും, 1/2 ടീസ്പൂണോളം മുളക് പൊടിയും അതും കൂടി ഇട്ട് കൊടുത്ത്, പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് പൊടി അതും എരിവിനനുസരിച്ച് കുറച്ച് ഇട്ട് കൊടുത്തേക്ക്. ശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഗരം മസാല അതും കുറച്ച് തന്നെ. ഇതൊന്നും കൂടിപ്പോരുത് കേട്ടോ. കൂടിപ്പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു വല്ലാത്തൊരു ചുവ വരും. അപ്പോൾ ഇതെല്ലാം കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഫില്ലിങ്ങിനെല്ലാം ആകുമ്പോൾ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പച്ചമണം മാറുന്നത് വരെ ഒന്ന് യോജിപ്പിച്ചാൽ മതി കേട്ടോ. ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം, അതായത് ഒന്ന് മുഴുവനായിട്ട് ഇടുന്നില്ല, ഒരു പകുതി ചെറുതാണ് ക്യാപ്സിക്കം, അതിൻ്റെ ഒരു ചെറിയൊരു പകുതി മാത്രം ഇട്ട് കൊടുക്കുന്നത്. ക്യാപ്സിക്കോ ഇനി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇതിന് പകരം ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മുട്ട കലക്കി വെച്ചതാണ് ഞാനിത്. ഉപ്പ് മാത്രം ഇട്ടിട്ട് എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ മുട്ട ഇങ്ങനെ കലക്കി വയ്ക്കുന്നില്ലെങ്കിൽ നമുക്ക് പുഴുങ്ങിയിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് പുഴുങ്ങലെല്ലാം പറഞ്ഞാൽ നമുക്ക് ഒരു പിന്നെ അതിന് പണിയല്ല ഇല്ല, പക്ഷേ ഇതിങ്ങനെയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്നിങ്ങനെ മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം മുട്ടയെല്ലാം. എന്നിട്ട് ഇതാ അതിന് നമുക്ക് വേണ്ട ലാസ്റ്റത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിച്ചപ്പൂ കറിവേപ്പിലി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫായി കളയട്ടോ. അധികം വഴറ്റണ്ട. ഞാൻ പറഞ്ഞതുപോലെ ചെറുങ്ങനെ ഉള്ളിയെല്ലാം കടിക്കുന്ന രസമല്ലേ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല പുതിയ ബ്രെഡിനെ എടുക്കാൻ ശ്രമിക്കണം. പൊട്ടിപ്പോവാത്ത ബ്രെഡില്ല, നല്ല കുറച്ച് വണ്ണമുള്ള ടൈപ്പിലുള്ളത്. അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല, ചെറുതായാലും കുഴപ്പമില്ല. എന്നാലും പുതിയതാകുമ്പോൾ നല്ല വൃത്തിക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഡേറ്റ് ഇന്നത്തെ എന്താ പറയുക 2 ദിവസം കഴിഞ്ഞിട്ടുള്ള എടുക്കുമ്പോൾ പൊടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഇതുപോലെ 4 സൈഡും നമുക്ക് ആവശ്യമില്ല, അത് 4 സൈഡും നമുക്ക് മുറിച്ച് മാറ്റാം. അപ്പോൾ ആ 4 സൈഡ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രെഡ് ക്രംസ് എടുക്കാനുണ്ട്. അപ്പോൾ അത് വേസ്റ്റ് ആവുന്നില്ല, അത് നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കാം. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ബ്രെഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് കോയിലെടുത്തിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇനിയിപ്പോൾ ഇങ്ങനെ ആവശ്യമില്ലെങ്കിൽ നമ്മൾ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് നനച്ചിട്ട് കൈ കൊണ്ട് ഇതാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യൽ. ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി, അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും വേണമെന്നില്ല. ഇനി നമുക്കിതാ ഈ ഓരോന്നിൻ്റെ ഇതിൽ നമുക്കിങ്ങനെ ഒരു സൈഡിലായിട്ട് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ശേഷം നമുക്ക് 4 സൈഡിലും മൈദ കലക്കി വെച്ചിട്ടുണ്ട് ഞാൻ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ തന്നെ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഈ 4 ഭാഗത്തും എന്ത് ചെയ്യുക, ഒരു ബ്രഷോ അല്ലെങ്കിൽ കൈ കൊണ്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 4 ഭാഗത്ത് നമുക്ക് ഒട്ടിക്കെടുക്കണ്ടേ, അല്ലാണ്ട് എണ്ണയെല്ലാം ഉള്ളിലേക്ക് തന്നെ ഇടങ്ങാറില്ലേ. അപ്പോൾ അതിനണക്കായിട്ട് വേഗം തന്നെ ഒട്ടും കേട്ടോ. ഇത് മൈദൻ്റെതായതുകൊണ്ട് തന്നെ ഇതേപോലെ നമ്മൾ അതിനാണ് പരത്തിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൽ മുക്കിയിട്ടെടുത്തിട്ട് വെള്ളം പെയിനെടുത്താലും മതി. പക്ഷെ ഇങ്ങനെയാണ് എളുപ്പം. അപ്പോൾ ഇങ്ങനെ 4 ഭാഗത്തും നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയേ പണിയുള്ളൂ കേട്ടോ. ഇത് ഭയങ്കര എളുപ്പമുള്ളൊരു ഇതാണ്. ഇനിയിപ്പോൾ ഈ ഫില്ലിങ് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ചിക്കനെ കൊണ്ട് ഉണ്ടാക്കുക, ഇതേപോലെ തന്നെ എന്തിനെ കൊണ്ടും ഉണ്ടാക്കുക കേട്ടോ. വെജിറ്റബിൾ ഇഷ്ടമാണ്, വെജിറ്റബിളിനെ കൊണ്ട് മാത്രം ഉണ്ടാക്കുക. അപ്പോൾ ഇപ്പോൾ ഇഫ്താറിലല്ലേ വരുന്നത്, നമുക്ക് പെട്ടെന്ന് എളുപ്പ പണി ചെയ്യുന്നതല്ല ഏറ്റവും നല്ലത്. അപ്പോൾ ഇതേപോലെ ബാക്കിയെല്ലാം നമുക്ക് ആക്കിയെടുക്കുക. കുറച്ച് ഇവിടെ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഒരു ബോക്സിലിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അന്ന് കൊടുക്കുക പിറ്റേന്ന് കൊടുക്കുക ഒന്നും ആവില്ല കേട്ടോ. ഇതേപോലെ ബാക്കിയെല്ലാം നമുക്കതുപോലെ ചെയ്ത് കൊടുക്കുക. ഒരുവിധം ഞാൻ കുറച്ച് മാത്രം ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കേണ്ട. അതിന് മുന്നേറ്റ് ഇതൊന്ന് നമുക്ക് ഇതാക്കണ്ടേ, ബ്രെഡ് ക്രംസിലെല്ലാം ഒന്ന് മുക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മൈദയിൽ മുക്കിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ കോട്ട് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ബ്രെഡ് ക്രംസിന് പകരം നമുക്ക്
നമുക്ക് കോൺഫ്ലെക്സ് ഇല്ലേ അത് കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അന്നേരം ഭയങ്കര ക്രഞ്ചി ആവും കേട്ടോ നമ്മൾ ഈ ഒരു പുറം ഭാഗമല്ല ബ്രെഡിൻ്റെ. അപ്പോൾ അതുണ്ടെങ്കിൽ അത് ചെയ്യാം. ഞാൻ അതിനെ കൊണ്ടാണ് അധികം ചെയ്യലിട്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ബ്രെഡ് ക്രംസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ കോൺഫ്ലെക്സ് ഒന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട്, മിക്സിയിലൊന്നും പൊടിക്കരുത്, കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഈ ബ്രെഡിൻ്റെ ഇതില്ല ബ്രെഡ് ക്രംസിന് പകരം നമുക്ക് അതിലേക്ക് കോട്ട് ചെയ്തിട്ട് പൊരിച്ചെടുത്ത് കൊടുക്കുക. ഇതിങ്ങനെ എല്ലായിടത്തും ആക്കിയതിന് എല്ലാം ഇതേപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എന്നിട്ട് പൊരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്തും അങ്ങനെ തന്നെയാണ്, ഫസ്റ്റ് പെട്ടെന്ന് തന്നെ അങ്ങ് പൊരിച്ചെടുക്കരുത്. അപ്പോൾ നമ്മൾ എന്താ പറയുക എണ്ണയിൽ പിന്നെ ഈ ബ്രെഡിൻ്റെ ക്രംസ് എല്ലാം ആയി അങ്ങനെ എല്ലാം ആവും. അപ്പോൾ അതിന് നല്ലത് കുറച്ചൊരു 5 മിനിറ്റോളം തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ അധികം അങ്ങനെയെല്ലാം ഒന്ന് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ടൈമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ നല്ലോണം പൊരിച്ചെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺഫ്ലെക്സിലാണെങ്കിൽ ഭയങ്കര ക്രഞ്ചി ആയിരിക്കും സംഭവം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കോൺഫ്ലെക്സ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ പൊരിച്ചെടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള പിന്നെ നമ്മളെ മുട്ടനെ കൊണ്ടുള്ള ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ ആരും പോരുതേ. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ റെസിപ്പീസുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാം ചെയ്യട്ടെ ഓരോന്നായിട്ട്. ഈ വീഡിയോ എടുക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു മടിയായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ മടിയെല്ലാം മാറിയിട്ട് എന്താ പറയുക, മടിയെല്ലാം മാറിയിട്ട് എടുക്കാതെ വെച്ച് കഴിഞ്ഞാൽ അത് നടക്കില്ല. അങ്ങ് പിന്നെ ഇഷ്ടത്തോടെ അങ്ങ് എടുക്കണം, എന്നാലന്ന് ശരിയാവും. ഇൻഷാ അല്ലാ ഓരോന്നായിട്ട് എടുക്കും. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ എക്സാമും കാര്യങ്ങളെല്ലാം ആയിരിക്കുമല്ലോ കുട്ടികൾക്ക്. അപ്പോൾ അതിൻ്റെതായ തിരക്കുകളോ ദൂരതെല്ലാം ഉണ്ടാവുമല്ലോ ഇൻഷാ അല്ലാ. അപ്പോൾ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.